ഹലോ, ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യമാണ് ഹോളിവുഡിലൊക്കെ ഉള്ളവർ ഇവിടെ ഒരു നല്ല ഫാന്റസി പടം ഇല്ലല്ലോ. എനിക്ക് പറയാനുള്ളത് അതൊക്കെ നിങ്ങൾ ചുമ്മാ പറയുന്ന. നീയൊക്കെ ദ്രോണ കണ്ടിട്ടുണ്ടോടാ? ഞാൻ കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. എന്താടാ? അല്ല, ആ ദ്രോണയല്ല, ഇത് 144p ഷാറൂഖ് ഖാനുള്ള ദ്രോണ, സുനിൽ നരൈൻ മെയിൻ വില്ലനായിട്ട് അഭിനയിച്ച ദ്രോണ. എനിക്ക് ഉറപ്പാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ദ്രോണയാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാന്റസി പടം. സോ കമോൺ, ലെറ്റ്സ് വാച്ച് ദ്രോണ. സോ ഫസ്റ്റ് തന്നെ നമ്മുടെ നായകൻ ദ്രോണയിലേക്ക് വരികയാണെങ്കിൽ പുള്ളി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതായത് ഇന്ത്യൻ സിനിമയിലെ ബാക്കി നായകന്മാർക്ക് ഇങ്ങനെ ഹീറോയിൻസിനെ കാണുമ്പോഴാണ് ഇങ്ങനെ ഫാന്റസി അടിച്ച് പാട്ടൊക്കെ പാടി നടക്കുമെങ്കിൽ നമ്മുടെ ദ്രോണ അങ്ങനെയല്ല. പുള്ളി പട്ടിയെ കാണുമ്പോഴാണ് പാട്ടൊക്കെ പാടി ഫാന്റസി അടിക്കുന്നത്. എന്തായാലും ഈ പട്ടി ദ്രോണയെ പറ്റി കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. ഇതിന്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ വില്ലൻ സുനിൽ നരൈൻ ഇമ്മോർട്ടാലിറ്റി കിട്ടിയിട്ട് ഈ ലോകം മൊത്തം പിടിച്ചടക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. ആൻഡ് ഈ ഇമ്മോർട്ടാലിറ്റി കിട്ടണമെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ പോരാളിയായ ദ്രോണയുടെ കയ്യിൽ നിന്ന് ഒരു അരി ഇങ്ങേർക്ക് കിട്ടണം. പക്ഷെ നമ്മുടെ ദ്രോണക്ക് പുള്ളി സ്പെഷ്യലാന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പുള്ളി ജസ്റ്റ് ഒരു സാധാരണ ജീവിതം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം പുള്ളിക്ക് ഇതൊന്നും ആലോചിക്കാൻ ടൈമില്ലല്ലോ. പുള്ളി എപ്പോഴും ഫാന്റസി ലോകത്തല്ലേ. എനിവേ, ദ്രോണയുടെ കയ്യിലുള്ള അരിക്ക് വേണ്ടിയിട്ട് നമ്മുടെ വില്ലൻ കുറച്ച് പടയാളികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇയാളെന്നടാ ഇങ്ങനെ നോക്കുന്നത്? നായകനും വില്ലനൊക്കെ ഓരോ ഫാന്റസീസ് ആണല്ലോ. ഇതാണോ ഫാന്റസി പടം? എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, പടയാളികളെ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്തിട്ട് നമ്മുടെ വില്ലൻ ദ്രോണയുടെ പുറകെ ആയിരിക്കും പുള്ളിനെ ചേസ് ചെയ്യാനായിട്ട്. എന്തായാലും ഈ ഗുണ്ടകളൊക്കെ കൂടെ നമ്മുടെ ദ്രോണനെ അടിച്ച് സൈഡാക്കുമ്പോഴേക്ക് തന്നെ വരും ദേവലോകത്ത് നിന്ന് വന്ന ദ്രോണയുടെ ബോഡി ഗാർഡ് സോണിയ. ആൻഡ് സോണിയുടെ കയ്യിൽ ഹ്യൂമൻ കൈൻഡ് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ഒരു വെപ്പൺ കൂടിയുണ്ട്. ആഹാ, അടിപൊളിയാണല്ലോ. ഇത് ആകാശത്തേക്ക് എറിഞ്ഞിട്ട് കൈ കൊണ്ടടിക്കാനായിരുന്നെങ്കിൽ പിന്നെ ഇതും തൂക്കി പിടിച്ചെങ്കിൽ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരെയൊക്കെ അടിച്ചത് കണ്ടിട്ട് ദ്രോണനെ പിടിക്കാനായിട്ട് വില്ലന്റെ കുറച്ച് ആൾക്കാർ ദ്രോണനെ കാറിൽ ചേസ് ചെയ്യും. കാർ ചേസ് സീനിലെ BGM കലക്കി. ഇനി ഞാൻ ഇമോഷണൽ സീനിലെ BGM പറഞ്ഞുതരാം. അങ്ങനെ ഗുണ്ടകളൊക്കെ അടിച്ചിട്ട ശേഷം നിനക്കൊരു കഴിഞ്ഞ കാലമുണ്ട്, അതൊക്കെ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് സോണിയും കുറച്ച് ആൾക്കാരൊക്കെ കൂടെ ദ്രോണനെ വിളിച്ചിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് ആ സ്ഥലത്തെത്തിയ ശേഷം വളരെ പെട്ടെന്ന് തന്നെ ദ്രോണനെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഇവനെ ആ റൂമിൽ അടച്ചിട്ടിട്ട് ഇവരൊക്കെ കൂടെ പോയിട്ട് ഐറ്റം ഡാൻസ് കളിക്കും. ഇതാണോ നിങ്ങൾക്ക് പറയാനുള്ള കഴിഞ്ഞ കാലം? എനിക്ക് ഇതിന്റെ ഡയറക്ടറിനോട് പറയാനുള്ളത്, നിങ്ങളുടെ ഫാന്റസിക്ക് തീർക്കുന്ന പടം അല്ലടാ ഫാന്റസി പടം. എനിവേ, ഈ ബക്കറ്റും പാട്ടയൊക്കെ വെച്ചിട്ടുള്ള ആക്രി ഐറ്റം ഡാൻസിന് ശേഷം ഇവരെല്ലാരും കൂടെ ദ്രോണയോട് പോയിട്ട് അങ്ങനെ കാര്യം പറയും. ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയല്ലോ. സംഭവം വേറൊന്നുമല്ല, ദ്രോണ ഒരു സാധാരണ മനുഷ്യനല്ലെന്നും ദൈവത്തിന്റെ പോരാളിയാണെന്നും പിന്നെ ഇമ്മോർട്ടാലിറ്റിയുടെ അരി ഇങ്ങനത്തെ കയ്യിലാണ് ഇരിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഈ ബക്കറ്റും പാട്ടയൊക്കെയാണല്ലോ ബോഡി ഗാർഡായിട്ട് കൂടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വില്ലൻ എങ്ങനെയൊക്കെയോ ദ്രോണയുടെ കയ്യിൽ നിന്ന് ഈ അരിയും എടുത്തോണ്ടങ്ങ് പോകും. സോ ബേസിക്കലി ഇതുവരെയാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫ്. ഇനി നമുക്ക് നേരെ സെക്കൻഡ് ഹാഫിലേക്ക് പോവാം. ദ്രോണയുടെ പ്രയാണം. അതായത് ഇപ്പൊ അരിമണിയും കൊണ്ട് ഇമ്മോർട്ടലായിട്ട് ലോകം കീഴടക്കാൻ വേണ്ടി മെയിൻ വില്ലൻ പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദ്രോണയ്ക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ ദ്രോണ എത്രയും പെട്ടെന്ന് പോയിട്ട് ഓക്കെ അങ്ങനെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ ദ്രോണയും ബുജിയും കൂടെ ഇമ്മോർട്ടാലിറ്റി ബോക്സിന്റെ അടുത്തേക്ക് പോകും. ഇമ്മോർട്ടാലിറ്റി ബോക്സിന്റെ അടുത്തേക്ക് എത്താൻ നമുക്ക് 3 ഡെസ്റ്റിനേഷൻ കഴിയണം. ഒരു ഇൻവിസിബിൾ പാലം, സ്ക്വിഡ് ഗെയിമിന്റെ സെറ്റ്, പിന്നെ ഒരു മരുഭൂമി. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ പോലെ ഒന്നുമല്ല, ഇത് ഞങ്ങളുടെ അല്ല. ഇത് ഞങ്ങളുടെ ആണെന്ന് തോന്നുന്നല്ലോ. ഈ സർക്കസിനെ പറ്റിയാണ് ഇയാളുടെ ഇമ്മോർട്ടാലിറ്റി ബോക്സ്. അങ്ങനെ ഇമ്മോർട്ടാലിറ്റി ബോക്സിലാണ് ട്വിസ്റ്റ് ഉണ്ടാകുക. അരിയൊന്നുമല്ല ഇമ്മോർട്ടാലിറ്റിയുടെ കീ. ഇമ്മോർട്ടാലിറ്റിയുടെ ശരിക്കുള്ള കീ എന്ന് പറയുന്നത് നമ്മുടെ സോണിയാണ്. അങ്ങനെ ഈ കാര്യം എങ്ങനെയൊക്കെയോ നമ്മുടെ വില്ലൻ അറിയും. ആൻഡ് ഇനി നടക്കാൻ പോകുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇതെങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചേട്ടാ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. അതായത് സോണിയാണ് ഇമ്മോർട്ടാലിറ്റിയുടെ കീ എന്ന് പറഞ്ഞ വില്ലൻ കടലിന്റെ നടുക്കിന്ന്, ഐ റിപ്പീറ്റ്, കടലിന്റെ നടുക്കിന്ന് മരുഭൂമിന്റെ നടുവിലുള്ള സോണിയനെ വലയെറിഞ്ഞിട്ട് പിടിക്കും. എന്നാൽ പിന്നെ കടൽ വരെ വരണ്ടായിരുന്നല്ലോ ബ്രോ, വീട്ടിൽ നിന്ന് വലയെറിഞ്ഞ പോരായിരുന്നോ?
അങ്ങനെ നമ്മുടെ വില്ലൻ കിഡ്നാപ്പ് ചെയ്ത സോണിനെ ഹിപ്നോട്ടൈസ് ചെയ്യിപ്പിച്ചിട്ട് എങ്ങനെയൊക്കെയോ ഇമ്മോർട്ടാലിറ്റി പോർട്ടൽ ഓപ്പൺ ചെയ്യിപ്പിക്കും. എന്നിട്ട് ഇമ്മോർട്ടൽ ആകാൻ വേണ്ടിയിട്ട് പുള്ളി നേരെ ആ പോർട്ടലിലേക്ക് കയറിപ്പോകും. ആൻഡ് വില്ലൻ ഇമ്മോർട്ടാലിറ്റി കിട്ടുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ തടയാൻ വേണ്ടിയിട്ട് പ്രിൻസ് ഓഫ് പേഴ്സിയനെ പോലെയൊക്കെ നമ്മുടെ വില്ലന്റെ സ്ഥലത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് തന്നെ ദ്രോണ ബ്രോ നമുക്ക് ലോകം രക്ഷിക്കണ്ടേ. അങ്ങനെ അവസാനം രണ്ടുപേരും പോർട്ടലിൽ എത്തിയ ശേഷം നടക്കുന്നതാണ് ദ നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് പാർട്ട്, ദ ക്ലൈമാക്സ് ഫൈറ്റ്, ദ 144p തോർ. അതായത് ക്ലൈമാക്സ് ഫൈറ്റിലെ എല്ലാ സിനിമയിലുള്ള പോലെ തന്നെ ഫസ്റ്റ് തന്നെ നമ്മുടെ വില്ലൻ നായകനെ അടിച്ചിടും. എന്നിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ അവന്റെ അമ്മേനെ സ്വപ്നമൊക്കെ കണ്ടിട്ട് നമ്മുടെ നായകൻ ഉയർത്തെഴുന്നേൽക്കും. ബ്രോ തോറിന്റെ സ്റ്റോം ബ്രേക്കർ പോലെ വരാൻ അത്ര ബഡ്ജറ്റ് ഒന്നും ഈ സിനിമയിലില്ല. വല്ല കത്തി കൈകൊണ്ട് വല്ല എടുത്ത് കൊല്ലടേ. അങ്ങനെ അവസാനം വില്ലനെ ഒന്ന് ഷീമാറ്റിയുടെ ഒരു ആഡും കഴിഞ്ഞ് ഐറ്റം ഡാൻസും കഴിഞ്ഞിട്ടാണ് ഈ പടം തീരുന്നത്. ഓ അത് പിന്നെ മസ്റ്റ് ആണല്ലോ.